നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് റിപ്പോർട്ടറിനൊപ്പം ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പകൽ കൂടി കടന്നു കഴിഞ്ഞാൽ റിസൾട്ടാണ്. അതെ റിസൾട്ടാണ്. ഒരു പകലിൻ്റെ കാത്തിരിപ്പ് മാത്രം മതിയല്ലോ. നാളെ ഈ സമയത്തൊക്കെ ഏകദേശമൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇതിലിപ്പം പാർട്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബൂത്ത് തല കണക്ക് ഉൾപ്പെടെ പരിശോധിച്ച് ഏതാണ്ട് ഒരു 13,000 എന്നുള്ള ഒരു കണക്കിലേക്കൊക്കെ എത്തുന്നുണ്ട്. അങ്ങയുടെ ഒരു കണക്കൂട്ടിലെന്ന് ഞങ്ങൾ 20,000-25,000 കൊണ്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് പല സാഹചര്യങ്ങളനുസരിച്ചിരിക്കും. അവസാന റൗണ്ടിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വളരെ ശക്തമായി പരിശ്രമിച്ചു. അവരുടെ എല്ലാ MLA മാരും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ തന്നെ പലതവണ പല മന്ത്രിമാർ ചേർന്നു. ഇതൊക്കെയാണ് ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. അവസാന റൗണ്ടിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് വിജയസാധ്യത ഇല്ലെന്ന് കണ്ട് വോട്ട് മറിച്ച് കുത്താനുമുള്ള ചില സാധ്യതകൾ ഇന്നലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വലതുപക്ഷത്തിന് വോട്ട് ചെയ്തവരുണ്ട് എന്നെനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു. കാരണം അവർക്ക് എന്തായാലും ഇടതുപക്ഷം വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ ഷൗക്കത്തിന് വോട്ട് ചെയ്തവരുണ്ട്. അങ്ങനെ ഒരു ഇതാണ് കാര്യങ്ങൾ കാണുന്നത്. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ നേരത്തെ കിട്ടിയ വോട്ടുണ്ടല്ലോ, ഒരു ബേസ് വോട്ടെന്ന് NDA അല്ലെങ്കിൽ BJP കണക്ക് കൂട്ടുന്ന 8,595 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനും താഴേക്കൊക്കെ പോകാനുള്ള സാധ്യത അതിൽ നിന്ന് പുറകോട്ട് പോകത്തില്ല. BJP ഒരു മുന്നേറ്റം നടത്തും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് ശരിക്ക് സമയം കിട്ടാത്തൊരു കുഴപ്പമുണ്ട്. എനിക്ക് എൻ്റെ പല സുഹൃത്തുക്കളെയും പല പഴയ സഹപ്രവർത്തകരെയും ബന്ധപ്പെടാൻ സാധിച്ചില്ല. അതൊരു വലിയ പരാതിയായിട്ട് എന്നോട് പലരും പറയും. നിങ്ങൾ എന്നോട് വോട്ട് ചോദിച്ചില്ലല്ലോ എന്നൊരു പരാതി പലരും പറഞ്ഞു. പക്ഷേ എനിക്ക് സമയക്കുറവുണ്ടായിരുന്നു, പെട്ടെന്നായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ കുറേ കൂടെ ഇനിയിപ്പോൾ നോക്കിയോ, ഇതൊരു ബേസാണ്. അടുത്ത തവണ BJP വളരെയേറെ മുന്നേറ്റം നടത്തും. ഇതൊരു ബേസാണ്, ഒരു പ്രശ്നവുമില്ല, വളരെയേറെ മുന്നേറ്റം നടത്തും. ഇതിപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന ഏറ്റവും അവസാന മൊമെൻറ്റിലാണ്. അതിൻ്റേതായ ഒരു സമയത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞത്. കുറച്ചുകൂടി നേരത്തെ ഒരു ആലോചന ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് തീർച്ചയായിട്ടും നേരത്തെ ആലോചന ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല മുന്നേറ്റം നടത്താൻ പറ്റുമായിരുന്നു, നല്ലൊരു മൂവ്മെൻറ്റ് നടത്താൻ പറ്റുമായിരുന്നു. എനിക്ക് വളരെയേറെ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും, നമ്മളവിടെ പഴയകാല സഹപ്രവർത്തകർ, പല മേഖലകളിൽ ഞാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, അവരൊക്കെ പറഞ്ഞു ഒന്ന് വോട്ട് ചോദിച്ചില്ലല്ലോ എന്ന്. എൻ്റെ വൈഫിനോട് ടീച്ചറോടും പറഞ്ഞു. അത് ചോദിക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല, ഫോണിൽ കൂടെ ബന്ധപ്പെടാനുള്ള സമയം കിട്ടിയില്ല. കാരണം അത്ര ടൈറ്റ് ഷെഡ്യൂളാണ് BJP നമുക്ക് തന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ പോയി. അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ആദ്യഘട്ടത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല. കാരണം അത്ര കണ്ട് ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നങ്ങ് വിശ്വസിക്കുന്നു. അത് പാർട്ടി തീരുമാനിച്ചതല്ലേ. പാർട്ടി എല്ലാ കാര്യങ്ങളും കണ്ടിട്ടാണല്ലോ തീരുമാനിച്ചത്. പാർട്ടി അത് തീരുമാനിച്ചതല്ലേ. മറ്റുള്ളവർ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചെയ്തു, നമുക്ക് കുറച്ച് പറയില്ല, അത്രയേ ഉള്ളൂ. അല്ല, പാർട്ടിയുടെ കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവരൊക്കെ അഡ്വാൻസ് ആയിട്ട് ചെയ്തു, അവരത് മുൻകൂട്ടി കണ്ടു. എനിക്കൊന്ന് കോൺഗ്രസ്സുകാരൊക്കെ ഒരു 3 മാസം മുമ്പ് അൻവർ രാജിവെച്ച സമയം മുതൽ അവർ ബൂത്ത് തല പ്രവർത്തനം നടത്തി, ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി. LDF അതേ രീതിയിൽ ചെയ്തു. പക്ഷേ ഞങ്ങൾ ആ രീതിയിൽ ഒന്നും മുന്നേറാൻ നമുക്ക് കഴിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. വേറെ പാർട്ടിയുടെ കുഴപ്പമൊന്നുമില്ല. പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വലിയൊരു പാർട്ടിയല്ലേ. അപ്പോൾ അതിനതായ സംവിധാനങ്ങളും കാര്യങ്ങളുണ്ട്. പാർട്ടി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല കാര്യത്തിൽ. പാർട്ടിക്കൊരു കുഴപ്പമില്ല. നമുക്കൊരു സമയം കിട്ടില്ല എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. അങ്ങ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നതിനേക്കാൾ വോട്ട് വിഹിതം ഉയർത്താൻ കഴിയും, അതിന് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കൂടി ഒരു ഘടകമാണ് എന്നങ്ങ് ഉറച്ചു വിശ്വസിക്കും? അല്ല, നരേന്ദ്രമോദിജിയാണ് ഘടകം. ഞാനൊരു സാധാരണക്കാരൻ, ഞാനൊന്നുമല്ല. നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് അതാ മനസ്സിലാകുന്നത്. നരേന്ദ്രമോദിജിയെ ജനങ്ങൾ വിശ്വസിക്കുന്നു, നരേന്ദ്രമോദിജിയുടെ ആദർശങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുന്നു. അതാണ് വലിയ കാര്യം. നരേന്ദ്രമോദിജിയാണ് ഏറ്റവും വലിയ. അദ്ദേഹത്തെ മുൻനിർത്തിയാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചത്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ത്യയുടെ ധീരനായ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് കരുത്ത് നൽകുവാൻ പലരും വോട്ട് ചെയ്തിട്ടുണ്ട്. വേറെ പല പാർട്ടിക്കാരും എനിക്ക് മെസ്സേജ് ഇട്ട് എന്നെ വിളിച്ചു. നരേന്ദ്രമോദിജിയെ പറ്റി ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമാണ്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തു. പരസ്യമായി BJPയിലേക്ക് പ്രവർത്തിക്കാൻ വരാൻ തയ്യാറാകാത്തവർ പോലും അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. ഒരു വോട്ട് കിട്ടിയാലും അധികം കിട്ടിയാലും അത് നരേന്ദ്രമോദിജിയുടെ വിജയമാണ്, എൻ്റെ വിജയമല്ല. ഞാൻ സാധാരണക്കാരനാണ്. ലോക്സഭാ പാറ്റേണിൽ ഉണ്ടായിരുന്നത് രാഹുലിനും ഒപ്പം തന്നെ പ്രിയങ്കയ്ക്കും അത് മോദി വിരുദ്ധ തരംഗം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഇവിടെ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ആ സാഹചര്യം ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇല്ല. അത് വലതുപക്ഷത്തിന് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അങ്ങ് കണക്കൂട്ടുന്നുണ്ട്. മോദി വിരുദ്ധ തരംഗമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇവിടെ കോൺഗ്രസിന് ബേസുള്ളൊരു സ്ഥലമാണല്ലോ. അങ്ങനെ മോദി വിരുദ്ധ തരംഗമൊന്നും ഉണ്ടായിട്ടില്ല. മോദിക്ക് അങ്ങനെ വിരുദ്ധമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഉപതെരഞ്ഞെടുപ്പിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും വളരെ അതിശക്തമായി പ്രവർത്തിച്ചു. അവരുടെ മുഴുവൻ MLA മാരും വീടാന്തരം കയറി ഇറങ്ങി. എനിക്ക് തോന്നുന്നു വീണ ജോർജും അതേപോലെ തന്നെ റോഷി അധികം കയറിയില്ല, വീണ ജോർജും സജി ചെറിയാനും ഒക്കെ എല്ലാ വീടുകളും, ക്രിസ്ത്യൻ വീടുകളിലും കയറി. അതേപോലെ തന്നെ മുസ്ലിം വീടുകളിൽ അബ്ദുറഹിമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കയറി. ഇവരെല്ലാം വളരെ ശക്തമായി പ്രവർത്തനം നടത്തി. ഞങ്ങൾ ഓരോ മുക്കിലും ചെല്ലുമ്പോൾ മുൻ MP മാരും മുൻ MLA മാരും ഇപ്പോഴത്തെ MLA മാരെ ഞങ്ങൾ കണ്ടുമുട്ടി, പലയിടത്തും കണ്ടുമുട്ടി. അവർ ശക്തമായ പ്രവർത്തനം നടത്തി. അതിൻ്റെ പരിണതഫലം ഉണ്ടാകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് അതിൻ്റെ കാര്യം. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വലിയ ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായതിനേക്കാൾ ഒരു മുൻതൂക്കം അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു നീക്കം ഉണ്ടാകും NDAയുടെ ഭാഗത്ത് നിന്നെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, നിലമ്പൂർ.